ശ്ലീഹാകാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളുടെയും വിശകലനം. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ. ലോകം അസ്വസ്ഥതയുടെ മധ്യത്തിലാണ്. യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും ഒക്കെ കരളാസ്ത്രത്തിന് കീഴിൽ ഞെരിഞ്ഞരുളുന്ന ലോകം. രാഷ്ട്രീയത്തിൽ എന്ന പോലെ ലോകത്തിന് സമാധാനം ആശംസിക്കാൻ വന്ന യേശുവിന്റെ അനുയായികൾക്കിടയിലും വിമത ഗ്രൂപ്പ് കളികളാണ് അരങ്ങേറുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഐക്യത്തിന്റെ പൂർണ്ണതയായ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു ദൈവത്തിൽ മൂന്നാളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി ഇതിന്റെ അസ്തിത്വത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനവുമാണിത്. യേശുവിന്റെ മാമോദീസ വേളയിൽ ഇവരുടെ സാന്നിധ്യം നാം കാണുന്നുണ്ട്. അവസാനം സ്വർഗത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകുവിൻ എന്ന ആഹ്വാനവും പരിശുദ്ധ ത്രിത്വത്തിന്റെ അസ്തിത്വത്തെ ഊന്നിപ്പറയുന്ന വാക്കുകളാണ്. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സത്യവുമാണിത്. പരിശുദ്ധ ത്രിത്വ രഹസ്യം അറിയാൻ കടൽ തീരത്ത് അറിഞ്ഞുകൊണ്ടിരുന്ന വിശുദ്ധ അഗസ്തീനോസിന് ഒരു കൊച്ചു കക്ക കൊണ്ട് കടൽ വെള്ളം വറ്റിക്കാൻ ശ്രമിക്കുന്ന ബാലന്റെ രൂപത്തിൽ വന്ന ഉണ്ണിയേശു ആ രഹസ്യം ഗ്രഹിക്കുക ക്ഷിപ്രസാധ്യമാണെന്ന് അറിയിച്ച സംഭവം പ്രസിദ്ധമാണ്. മൂന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവൈക്യം പരിപൂർണതയുടെ അടയാളമാണ്. കാരണം അതിന് തുടക്കമുണ്ട്, മധ്യമുണ്ട്, അവസാനമുണ്ട്. ദൈവത്തിന്റെ ഈ പൂർണ്ണ ഐക്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പരസ്പര ആകർഷണവും ഗുരുത്വാകർഷണവുമൊക്കെ പരിശുദ്ധ ത്രിത്വത്തിലെ ഈ കൂട്ടായ്മയുടെ ബഹിർസ്ഫുരണങ്ങളാണ്. പല അവയവങ്ങളുള്ള ഒരു ശരീരത്തിന്റെ അവിഭാജ്യതയെക്കുറിച്ച് പൗലോസ്ലീഹ എത്ര സുന്ദരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അവയവങ്ങൾ പലതുണ്ടെങ്കിലും അവയെല്ലാം ചേരുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്. ഒരു അവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യ കൂട്ടായ്മകളിലും നടക്കേണ്ടത്. ഈ കൂട്ടായ്മയുടെ ആദ്യപടി കുടുംബങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ് കുടുംബം. അപ്പോഴാണ് സ്ത്രീ പുരുഷ ബന്ധം സ്വർഗമായി മാറുന്നത്. എന്നാൽ ഇന്ന് കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്? പരസ്പര ധാരണയും വിട്ടുവീഴ്ചയും ഇല്ലാതെ നരകതുല്യമായ ജീവിതങ്ങളാണ് പലപ്പോഴും കാണാനാവുക. അത് മക്കളിലേക്ക് പടരുന്നു. അവർ അനുസരണയില്ലാത്തവരും താന്തോന്നികളും സ്വാർത്ഥം അന്വേഷിക്കുന്നവരുമായി തീരുന്നു. ഇത് സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടമാക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വേദനകളും തങ്ങളുടേതെന്ന് ചിന്തിക്കാതെ അവരുടെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും പറഞ്ഞു പരത്തി സ്വയം സന്തോഷം കണ്ടെത്തുകയാണ് മനുഷ്യർ. സ്വയം കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന പ്രവൃത്തി പോലെയാണിത്. ആരെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ കാവൽ ദൂതൻ ദൈവപിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിച്ചു കൊള്ളുവിൻ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വേണം ഇന്നത്തെ സുവിശേഷ ഭാഗം നാം വായിച്ചു മനസ്സിലാക്കാൻ പരിശ്രമിക്കേണ്ടത്. ശിമയോൻ എന്ന ഒരു ഫരിസേയ പ്രമാണി യേശുവിനെ വിരുന്നിന് ക്ഷണിക്കുന്നു. യേശുവിനോടുള്ള സ്നേഹം കൊണ്ടോ കുറ്റം കണ്ടെത്താനോ മറ്റുള്ളവരുടെ ആദരം പിടിച്ചുപറ്റാനോ ആയിരിക്കാം ഈ ക്ഷണം. ഒന്ന് തീർച്ച, ഒരു അതിഥിക്ക് നൽകേണ്ട യാതൊരു ആതിഥേയ മര്യാദയും യേശുവിന് അയാൾ നൽകി കാണുന്നില്ല. പക്ഷേ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ അനുതാപ വിവശയായി കടന്നു വന്ന് ജലത്തിന് പകരം കണ്ണീർ കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുന്നു. കാലുകൾ കഴുകാൻ മാത്രം കണ്ണീർ അവളുടെ അനുതാപത്തിന്റെ വ്യാപ്തിയെ വിളിച്ചറിയിക്കുന്നു. സ്വന്തം വിശുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുകയും ഒരിക്കലും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഒരിറ്റ് കണ്ണീർ പൊഴിയാത്ത നാമും ഈ പാപിനിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. സ്വയം നീതിമാനാണെന്ന് ന്യായീകരിച്ച് മറ്റുള്ളവരെ പുച്ഛഭാവത്തോടെ കാണുന്ന ഫരിസേയന്റെ ഉപമ യേശു പറഞ്ഞു തരുന്നു. സ്വയം എളിമപ്പെടുത്തിയ ചുങ്കക്കാരനാവട്ടെ ദൈവ തൃക്കണ്ണുകളിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനുമായി. 500 ദനാറ കടമുണ്ടായിരുന്നവനും 50 ദനാറ കടമുണ്ടായിരുന്നവനും ഒരുപോലെ ഇളവ് കൊടുക്കുന്ന ഒരു ഉത്തമ മർണ്ണന്റെ ഉപമ പറഞ്ഞ് പാപിനിയായ സ്ത്രീയുടെ അനുതാപത്തെ ഉദാത്തമെന്ന് യേശു ശിമയോനെ കൊണ്ട് തന്നെ ഏറ്റുപറയിപ്പിക്കുന്നു. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപിനിയെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് ദൈവകരുണയുടെ അടയാളമായി ചിത്രീകരിക്കുകയും ചെയ്തു. ഒരാൾ പാപിയെന്നോ വിശുദ്ധനെന്നോ തിരിച്ചറിയാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആരെയും വിധിക്കാതിരിക്കുക. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും.
ധനാറ വിലയുള്ള നാദിർ തൈലം കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകിയ മഗ്ദലന മറിയത്തെ വിമർശിച്ച യൂദാസ് താൻ ഒരു നരക സന്തതിയാണെന്ന് സ്വയം തെളിയിച്ചു. ആ മഗ്ദലന മറിയമാണോ ഇന്നത്തെ പാപിനിയായ സ്ത്രീ എന്ന് ഉറപ്പില്ല. ലാസറിന്റെ നാടായ ബെഥാനിയായിൽ കുഷ്ഠരോഗിയായ ഒരു ശിമിയോന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോകുന്നതും പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ പാദത്തിൽ സുഗന്ധതൈലം പൂശുന്നതും നാം കാണുന്നുണ്ട്. ബെഥാനിയ മഗ്ദലന മറിയത്തിന്റെ നാട് കൂടിയാണല്ലോ. മഗ്ദലന മറിയത്തിന് മാത്രമല്ല, കുരിശിലേറ്റിയവരും കുരിശിൽ കിടന്ന പാപിയും സക്കേവൂസും ശിഷ്യരിൽ പലരും അവന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഊഷ്മളത അനുഭവിച്ചറിഞ്ഞവരാണ്. പരസ്നേഹത്തിലാണ് ദൈവസ്നേഹം പ്രകടമാകേണ്ടത്. അതാണ് യേശു നമ്മെ പഠിപ്പിച്ച പാഠം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. പാദങ്ങൾ കഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതരാകും. ദൈവത്തിലെ രണ്ടാമളായ പുത്രൻ തമ്പുരാനാണ് ദൈവത്തിന്റെ സ്വഭാവം നമുക്കിടയിൽ ജീവിച്ചു കാണിച്ചു തന്നത്. ദൈവകരുണയുടെ ജീവനുള്ള മാതൃകയാണവൻ. ദൈവിക ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ദൈവത്തിൽ ആയിരിക്കുന്നവന്റെ ലക്ഷണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ തിരുനാൾ ദിനത്തിൽ ദൈവിക ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ വ്യക്തികളാകാൻ നമുക്ക് യത്നിക്കാം.